നമസ്കാരം, ജനത ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയെ പിണറായി വിജയൻ വിലക്കി എന്ന വാർത്ത ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-നകത്ത് തന്നെ ചില നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയെ വിലക്കിയ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റക്കെടുത്തതാണ് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി യോഗത്തിലേക്ക് എത്തിയത്. അപ്രതീക്ഷിതമായാണ് യോഗത്തിൽ മുഖ്യമന്ത്രി PK ശ്രീമതിക്ക് വിലക്ക് അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ യോഗത്തിൽ ആരും എതിർത്തില്ല എന്നുകൂടി എടുത്തു പറയുന്നു. എന്നാൽ വിവാദമായപ്പോൾ മുഖ്യമന്ത്രിയെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പിന്തുണയ്ക്കുന്ന കാഴ്ച കണ്ടു. MV ഗോവിന്ദന്റെ ഈ പിന്തുണ CPM-ൽ അകത്ത് ചില നേതാക്കളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ PK ശ്രീമതി പ്രവർത്തിക്കേണ്ടത് ദില്ലിയിലാണ് എന്നായിരുന്നു MV ഗോവിന്ദൻ വിശദീകരിച്ചത്. എന്നാൽ MV ഗോവിന്ദന്റെ ന്യായീകരണത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി ഉണ്ട് എന്ന സൂചന തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. 75 വയസ്സ് പ്രായപരിധി കർശനമാക്കിയപ്പോഴാണ് PK ശ്രീമതി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായത്. പിണറായി വിജയൻ അടക്കം സംസ്ഥാന നേതൃത്വത്തിന് അത്ര താല്പര്യമില്ലാതിരുന്നിട്ടും മധുര പാർട്ടി കോൺഗ്രസിൽ ശ്രീമതിക്ക് ഇളവ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിലായിരുന്നു ഈ ഇളവ് അവർക്ക് അനുവദിച്ചു കിട്ടിയത്. സംഘടനാ രീതി പ്രകാരം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കീഴ് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നതാണ് രീതി. ക്ഷണപ്രകാരം കഴിഞ്ഞ 19-ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രായപരിധി ഇളവ് കേന്ദ്രത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പിണറായി വിജയൻ PK ശ്രീമതിയോട് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ യോഗത്തിൽ തുടർന്നുവെങ്കിലും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച PK ശ്രീമതി സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തില്ല എന്നതും വാർത്തയായി. കേന്ദ്ര കമ്മിറ്റി അടക്കം മേൽഘടകങ്ങളിൽ അംഗങ്ങൾക്ക് കീഴ് കമ്മിറ്റികളിൽ പങ്കെടുക്കാമെന്ന CPM-ന്റെ പൊതു സംഘടനാ രീതി നിലനിൽക്കെയാണ് പിണറായി വിജയൻ ഇത്തരത്തിലൊരു വിലക്ക് PK ശ്രീമതിക്ക് പറഞ്ഞത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും PK ശ്രീമതിയെ വിലക്കിയത് പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്.